ഫാമിക്കുട്ടി ഇതേ ഫീഡ് ചെയ്യുന്ന ഇതാട്ടോ. ഫാമിക്ക് പേടിയായിട്ട് വയ്യ. അപ്പം കൊത്തുന്ന് വിചാരിച്ചിട്ടെ ഇത് കളക്കും ആ സംഭവമാണ്. നമ്മളിപ്പോൾ കാങ്കോ കേവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററാണ് നമ്മൾ താമസിച്ച സ്ഥലത്തു നിന്ന്. അപ്പം പോകുന്ന ആ വഴിക്കുള്ള കാഴ്ചകൾ കണ്ടോ. 2 സൈഡിലും നല്ല പാറയുള്ള മലനിരകളാണ്. മൊത്തത്തിൽ മലയുടെ നടുക്ക് കൂടെയാണ് ഈ റോഡ് പോകുന്നത്. അപ്പം ഈ മലയുടെ പ്രത്യേകത നിറച്ച് ഡ്രൈ ആയിട്ട് നിൽക്കുന്ന കുറ്റിക്കാടുകളും നല്ല പാറക്കൂട്ടങ്ങളുമാണ്. എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഈ പാറക്കല്ലുകൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്, ഹൈ റിസ്ക് ഏരിയ ആണെന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഏരിയയിൽ ഭയങ്കര ചൂട് വരുന്ന സമയത്ത് നല്ല ചൂടുള്ള ഏരിയ ആണ്. തണുപ്പ് വരുന്ന സമയത്ത് അതേപോലെ തന്നെ മൈനസിലേക്കൊക്കെ പോകുന്ന സ്ഥലമാട്ടോ. മഞ്ഞെല്ലാം പൊതിഞ്ഞ് കിടക്കാറുണ്ട് ചില മലനിരകൾ, എല്ലായിടത്തും അല്ല പറഞ്ഞത്, ചില ഭാഗങ്ങളിൽ. പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, ഭയങ്കര വളവും അപ്പുറത്താണെങ്കിൽ കൊക്ക പോലെ ഇരിക്കുന്ന, അത്രയ്ക്ക് താഴ്ചയില്ല എന്നാലും ഫാം ഏരിയ ആണ്. താഴെ മൊത്തത്തിൽ ഫാമാണ്, ഫാമിങ്ങാ. ഇവിടെയൊക്കെ ഉള്ളിക്കൃഷിയാണ് ഉണ്ടാകാറുണ്ടായിരുന്നത്. ഇപ്പോൾ വേറെ എന്തോ ആണ് ഇട്ടിരിക്കുന്നത്, എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണുന്നില്ലായിരുന്നു. അപ്പം ഇവിടെ അടുത്ത് ഒരു റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. ഞങ്ങളവിടെ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. അവിടെ കുറച്ച് പ്ലേ ഏരിയ കിട്ടിയിട്ടുണ്ട് പിള്ളേർക്കായിട്ടേ. ഇതാട്ടോ ഞാൻ പറഞ്ഞ പ്ലേ ഏരിയക്കുള്ള റെസ്റ്റോറൻറ്റ്. നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. ഓസ്ട്രിച്ചിൻ്റെ മീറ്റെല്ലാം കിട്ടും. അതുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളും ഐറ്റംസും ബർഗറും അങ്ങനെയൊക്കെ കിട്ടും. ഇപ്പം നമ്മളിത് തൊട്ടടുത്ത് എത്തി. ഇതേ ദൂരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാങ്കോ കേവിൻ്റെ എൻട്രൻസ്. ക്യാമറയിൽ അത്രയും സൂം കിട്ടുന്നില്ല, ഞാൻ ഫുൾ സൂമിലാണ് എടുക്കുന്നത്. അപ്പോൾ ആ മലനിരകളുടെ ഇടയിലാണ് ഈ കാങ്കോ കേവ് നിലകൊള്ളുന്നത് കേട്ടോ. ഓൺഷൂറൻ ടൗണിൽ നിന്ന് ഏതാണ്ട് 35 കിലോമീറ്റർ നമ്മൾ ഉള്ളിലേക്ക് ഡ്രൈവ് ചെയ്ത് വരണം, എന്നാലാണ് ഈ കാങ്കോ കേവ്. നമ്മൾ കാങ്കോ കേവിൻ്റെ പാർക്കിങ്ങിലേക്ക് എത്തി. ഇവിടെ നിറച്ച് പാർക്കിംഗ് ഉണ്ട്, കുറേ പാർക്കിംഗ് ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ഏരിയ എല്ലാം ഫുള്ളാണ് ഇപ്പോൾ. അത്യാവശ്യം തിരക്ക് വരുമ്പോൾ ഫുൾ തിരക്ക് വരുന്നതാണ്. കാരണം സൗത്ത് ആഫ്രിക്ക വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അതിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസുകളിൽ ഒന്നാണ് ഈ കാങ്കോ കേവ്. കാങ്കോ കേവ് കാണാതെ ആരും പോവാറില്ല. അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റും ബാറും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവർ എൻട്രൻസ് ഓരോ സമയത്ത് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയം നമുക്ക് നോക്കാം. ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും അച്ഛനും അമ്മേനെയും മീനുവിനെയും ഇവിടെ ഇറക്കി വിട്ടിട്ടേ. കാരണം എന്താണെന്ന് അറിയോ, ഭയങ്കര വെയിലും നന്നായിട്ട് നടക്കേണ്ടി വരും. അപ്പം ഇവരെ ഇവിടെ ഒന്ന് ഇറക്കി വിടാം. എന്നിട്ട് ഞാൻ വണ്ടി ഒതുക്കി വിട്ടിട്ട് ഞാൻ നടന്ന് ഇങ്ങോട്ട് വരാം. കാരണം കുറച്ച് നടക്കണം, അറ്റത്തെ വണ്ടി ഇടാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിൻ്റെ വേറൊരു എപ്പിസോഡ്. അപ്പോൾ നമ്മളിന്ന് ലാസ്റ്റ് ഡേ, നമ്മുടെ 5ാമത്തെ ദിവസം ആണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാങ്കോ കേവ് കാണാനാണ്. കാങ്കോ കേവ് എന്ന് പറഞ്ഞത് വെസ്റ്റേൺ കേപ്പിൽ തന്നെ ഓൺഷൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിലകൊള്ളുന്ന ഒരു കേവാണ്. അത് ചരിത്രപ്രധാനമായിട്ട് ഭയങ്കരമായിട്ട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അത് കാണാനാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കണമായിരുന്നു. അപ്പം അച്ഛനമ്മേനെ അവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകണം, എന്നിട്ട് ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് എപ്പോഴാണ് ടൂറ് എന്ന് നോക്കണം. ഇത് ടൂറായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മണിക്കൂറിലുണ്ട്. അപ്പം ഏത് ടൈമിലാണ് നമ്മുടെ സ്ലോട്ട് നോക്കണം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ ഇട്ടാ. നമ്മളപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ 3ാമത്തെ ഫ്ലോറിലേക്ക്, ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു റിസപ്ഷൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2nd ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഈ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടയും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. അതേപോലെ തന്നെ 3rd ഫ്ലോറിലും റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരാൾക്ക് 250 റാൻഡാണ് ഇവിടുത്തെ ചാർജ്. അത് കൊടുത്തു കഴിഞ്ഞ് ഓരോ മണിക്കൂറിലാണ് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ 11:15 12 മണിക്കാണ് നമ്മുടെ ടൈം തന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ എല്ലാം അവരുടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട്, ഈ ഒരു ഏരിയയുടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് കേവ് എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ആൾക്കാരവിടെ വെയിറ്റിംഗാണ്. ഞങ്ങളപ്പോൾ 12 മണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കുറച്ച് ഡ്രിങ്ക്സ് എല്ലാം പറഞ്ഞ്. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കും കേട്ടോ. എന്ത് ഭംഗിയല്ലേ, നല്ല വെയിലുണ്ട്. 33 ഡിഗ്രി ആട്ടോ ചൂട്. പക്ഷെ കാറ്റുള്ളതുകൊണ്ട് അത്രയ്ക്ക് അറിയുന്നില്ല. പക്ഷെ കണ്ണ് നമ്മുടെ പുറത്തേക്ക് നോക്കുമ്പോഴേക്കും ഒരു മഞ്ഞളിക്കുന്നൊരവസ്ഥയാണ്. നോക്കിയേ, എന്ത് രസമല്ലേ.
ഇതാട്ടോ ഈ ഗുഹയുടെ ഒരു മാതൃരേഖ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ വരച്ചിട്ടിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എൻട്രൻസ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കിടന്ന്, അതായത് ഈ ഗുഹ മൊത്തത്തിലേ ഒരു 4 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കിലോമീറ്ററോളമാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഈ പച്ച കളറിൽ മാർക്ക് ചെയ്തിട്ടാക്കുന്നില്ലേ, അവിടെ വരെ നമുക്ക് വിസിറ്റേഴ്സിന് അനുമതിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാങ്കോ കേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് വെസ്റ്റേൺ കേപ്പ് പ്രൊവിൻസിലെ ഓൺഷോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിലകൊള്ളുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഇത് സ്വാർട്സ്ബർഗ് മൗണ്ടൻസിൻ്റെ അടിവാരത്തായിട്ടാണ് ഈ കേവ്, ഈ ഗുഹ നിലകൊള്ളുന്നത്. ഇത് ശരിക്കും പ്രീകാംബ്രിയൻ ലൈംസ്റ്റോൺ, അതായത് പ്രീകാംബ്രിയൻ ചുണ്ണാമ്പ് കല്ലുകളാലാണ് ഈ ഗുഹ നിലകൊള്ളുന്നത് കേട്ടോ. അപ്പോൾ 1970 ഇത് ഡിസ്കവർ ചെയ്തത്. അതിനുശേഷം കുറേ വർഷങ്ങളെടുത്തു ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തപ്പം ഇപ്പോൾ ഓൺഷോറൻ മുനിസിപ്പാലിറ്റിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ടിക്കറ്റെല്ലാം കാണിച്ച് സ്കാൻ ചെയ്ത് നമ്മളത് കാങ്കോ കേവിലേക്ക് കയറുവാണ്. ഇതാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഈ കാങ്കോ കേവ് നിലകൊള്ളുന്നത് ഓൺഷൂറൻ, വെസ്റ്റേൺ കേപ്പിൽ ഓൺഷൂറൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിലകൊള്ളുന്നത്. ഇത് സ്വാർട്സ്ബർഗ് മൗണ്ടൻസിൻ്റെ അടിവാരത്താണ് ഈ കേവ് നിലകൊള്ളുന്നത് കേട്ടോ. അപ്പം ഇത് ശരിക്കും പ്രീകാംബ്രിയൻ ലൈംസ്റ്റോൺ, അതായത് പ്രീകാംബ്രിയൻ ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആ കല്ലുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1970 ഇത് റീഡിസ്കവർ ചെയ്തത്. അതിനുശേഷം ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തു. ഇപ്പം ഓൺഷോറൻ മുനിസിപ്പാലിറ്റി തന്നെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെയാട്ടോ അത്. അപ്പം ഇതാണ് നമ്മുടെ ഗുഹയിലേക്ക് കയറുന്ന എൻട്രൻസ്. അപ്പം ഓരോ ഗൈഡ് ഉണ്ടാകും. ഇത് ടൂറായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഗ്രൂപ്പായിട്ട് ഓരോ ഗൈഡ് വന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടാട്ടോ കാര്യങ്ങളെല്ലാം പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇരുട്ടായിരിക്കും, ലൈറ്റൊന്നും ഉണ്ടാവില്ല. ഇത് ഡാമേജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണിത്. അപ്പം ഇവർ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പിന്നെ സംസാരിക്കത്തില്ല കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ട്. നമ്മുടെ ഗൈഡ് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടേക്കാട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുവാണ്. അവർ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കില്ല. അതിൽ പണ്ട് ആദിമ മനുഷ്യർ എങ്ങനെയാണ് ഗുഹയിൽ നിന്നിരുന്നത്, അതേപോലെ ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സീലിങ്ങൊക്കെ കണ്ടോ. അത് ഇതെല്ലാം പാറക്കല്ലുകൾ പോലത്തെ, അല്ല ചുണ്ണാമ്പ് കല്ലുകൾ പോലത്തെ ഒരു ഇത് സെറ്റപ്പാണ്. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ വേറൊരു കാഴ്ച കേട്ടോ കാണിക്കാം. നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, ഇത് ജസ്റ്റ് എൻട്രൻസ് ആണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ജസ്റ്റ് ഒരു ഇൻട്രോ തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫസ്റ്റ് ചാമ്പറിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതോരോ ചാമ്പറായിട്ടാണ് ഇതിട്ടിരിക്കുന്നത്. അപ്പം പല ഭാഗങ്ങളും ഇവർ കണ്ടോ ലൈറ്റൊന്നും പ്രൊവൈഡ് തരാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇതിനെ ഡാമേജ് ആക്കും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഇതെല്ലാം ഇവർ അതിൻ്റേതായ ആ ഒരു എന്താ പറയുക ഒറിജിനാലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം നോക്കി കാങ്കോ കേവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും നല്ല തണുപ്പാണ്. കാരണം പുറത്ത് 33 ഡിഗ്രി ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഉള്ളിൽ നല്ല കൂളിംഗ് ആയി. ഏകദേശം എനിക്ക് തോന്നുന്നത് വെളിച്ചം കിടക്കാത്തതുകൊണ്ട് ഒട്ടും തന്നെ വെളിച്ചം കിടക്കുന്നില്ല അതിൽ. ഇത് കണ്ടോ സ്ലിപ്പിംഗ് ഏരിയ ആണ്. അപ്പം ഇവിടെയൊക്കെ കെയർഫുള്ളായിട്ട് തന്നെ കയറുന്നത്. അമ്മയും വന്നിട്ടുണ്ട്, അച്ഛനും വന്നിട്ടുണ്ട്, മീനും വന്നിട്ടുണ്ട്. മീനെ പിടിച്ച് ഇതേ കയറ്റും കണ്ടോ. നമ്മളപ്പോൾ വലിയൊരു സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കിയാൽ വിശാലമായി കിടക്കുന്ന ഒരു ഗ്രൗണ്ട് പോലെ കിടക്കുന്ന ഒരു സ്ഥലം കേട്ടോ. ഇത് കണ്ടോ, നമ്മളിത് ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഇറങ്ങി വന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നത് ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യും ലൈറ്റ്. ഇവർ ലൈറ്റ് ഓഫ് ചെയ്തു ഒരു 3 സെക്കൻഡ്. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഓണാക്കി. അതായത് ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ പറഞ്ഞതിൻ്റെ ഒന്ന് ഞാൻ മലയാളത്തിൽ പറയാം. ജസ്റ്റ് ഇത് കണ്ട് ഡിസ്കവർ ചെയ്ത സായിപ്പ് ഇതിലേ വന്ന് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്കൊരു ഇതല്ലായിരുന്നേ, അപ്പോൾ അങ്ങനെ നേരെ താഴേക്ക് വീഴുക ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് കണ്ടത്. അപ്പം ഈ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ലൈറ്റ് ഇതേ ഇത്രയുള്ളൊരു ലൈറ്റും കൊണ്ടാണ് വന്നത് പുള്ളിക്കാരൻ. ഇത് കണ്ടോ അത്രയുള്ളൊരു ലൈറ്റ്. അപ്പം ഇതിൻ്റെ മുകളിലെ സീലിങ്ങൊക്കെ നോക്കി കണ്ട വെള്ളം വർഷങ്ങളോളം വെള്ളം ഇരുന്ന് ഇങ്ങനെ അയക്കുന്നതാണ്. ഇത് നോക്കിക്കുക എന്തൊരു അതിശയമല്ലേ. വാമിക്കുട്ടിയാണെങ്കിൽ അലമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീകാംബ്രിയൻ ചുണ്ണാമ്പ് കല്ലുകളാണ് ഇത് കല്ലുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നല്ല ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹാൻഡ് മെയ്ഡ് സാധനമല്ലല്ലോ, ഇത് തന്നെ
ഇതിങ്ങനെ ആയി വന്നതാണ്. വർഷങ്ങളോളം വെള്ളം പാറക്കല്ലുകളിൽ ഇരുന്ന് ഇങ്ങനൊരു ലീക്കായിട്ട് ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ വർഷങ്ങളോളം ഇരുന്നിട്ടായതാണ്. ഇത് എത്ര വർഷം പഴക്കമുള്ളതാണെന്നൊക്കെ അവർ പറയും. അപ്പം ആ കാഴ്ച കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് ചാമ്പർ നമ്മൾ കഴിഞ്ഞ് നമ്മളിത് വീണ്ടും നടക്കുക കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മളിത് വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണ്. ഏകദേശം 1 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. ശരിക്കും ഇത് 5.7 ഉണ്ട് മൊത്തത്തിൽ ഗുഹ. പക്ഷേ നമുക്ക് എല്ലാം ചെയ്താക്കുന്നത് ഓൺലി 1 കിലോമീറ്ററിൻ്റെ അടുത്താണ്. ഇവിടെ അധികം ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം നടക്കാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നടക്കാനുണ്ട്. പക്ഷേ വാമിയും അമ്മയും കുഴപ്പമൊന്നുമില്ലാതെ നടക്കുന്നു. ബേബിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ. അപ്പോൾ അടുത്ത ചാമ്പർ നമ്മളിപ്പം എത്തിക്കൊണ്ടിരിക്കുവാണ്. എല്ലായിടത്തും നോക്കി അതിശയിപ്പിക്കുന്ന കാഴ്ച കേട്ടോ. ഇത് പ്രകൃതിയുടെ ഒരു മായാജാലം എന്നൊക്കെ പറയത്തില്ലേ, പ്രകൃതി നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സംഭവം അതാണിത്, ഈ കാണുന്നതെല്ലാം. എന്തൊരു കാഴ്ച അല്ലേ, അതിശയിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിശയിപ്പിക്കും കേട്ടോ. അത് ഓരോ തൂണുകളൊക്കെ ശരിക്കും തൂണുകൾ പോലെ വന്നാക്കുന്നതൊക്കെ നോക്കി. കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കാഴ്ച അല്ലേ. കാങ്കോ കേവ് ശരിക്കും മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. ഈ സൗത്ത് ആഫ്രിക്കയിൽ ആസ് എ വിസിറ്ററായി ടൂറിസ്റ്റായി വരുന്നവരോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ സ്റ്റേ ചെയ്യുന്നവരോ ഇവിടെ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത നമ്മുടെ ആ ഒരു ചാമ്പറിലെ അവിടെ ആൾക്കാരെല്ലാം പോയി എത്തി. നമ്മുടെ ഗൈഡും എത്തി. ഇത് ഗൈഡ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഗൈഡ് കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ. നമ്മളപ്പോൾ അടുത്ത ചാമ്പറിൽ കയറിയില്ലേ, സെക്കൻഡ് ചാമ്പറിൽ കയറിയിട്ട് ലൈറ്റ് ഇട്ടു കേട്ടോ. അപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ കാഴ്ച ഒന്ന് നോക്കിയത് നിങ്ങൾ. എന്താ കാഴ്ച അല്ലേ, ഇത് കണ്ണൊക്കെ അയ്യോ എന്തോ പോലത്തെ ഒരു കാഴ്ച കേട്ടോ. അതിമനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി ഇത്രയ്ക്ക് ക്രിയേറ്റീവാണെന്ന് നമ്മളറിയുന്നത് ഇത് കാണുമ്പോഴൊക്കെയാണ്. ഈ ഒരു തൂണില്ലേ, ഈ തൂണിന് 2070 വർഷം പഴക്കമുണ്ടെന്നാണ് ഇപ്പോൾ അവർ ടോർച്ചടിച്ച് പറഞ്ഞത് കേട്ടോ. അമ്മേ എങ്ങനെയുണ്ട് കണ്ടിട്ട്? കണ്ണിന് അതിശയിപ്പിക്കുന്ന കാഴ്ച അല്ലേ. ഇത് ഭയങ്കര അതിശയം തന്നെയുള്ള കാഴ്ച അല്ലേ. മീനനെ പിന്നെ പുതിയതല്ലല്ലോ അല്ലേ. പക്ഷേ എന്തൊരു ഭംഗിയല്ലേ ഇത് കാണുമ്പോഴല്ലേ. ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ മസ്റ്റ് കം. ഇതൊക്കെ ഇപ്പോഴും ലൈവ് ഫോമിങ് ആട്ടോ. കാരണം അവിടെയൊക്കെ നനവുണ്ട്, വെള്ളം ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാൻ നമുക്ക് കുറേ വർഷങ്ങൾ വേണം ഇങ്ങനെയാകാൻ വേണ്ടി. ഇത് ഇന്നും ഇന്നലെ ഉണ്ടായതോ അല്ലെങ്കിൽ പിന്നീട് ഇനി ഉണ്ടാകാൻ പോകുന്നതല്ല, ഇത്ര വർഷം ഇരുന്നിട്ട് ഉണ്ടാക്കുന്നതാണ്. പറയാൻ വാക്കുകളില്ല എന്ന് പറയില്ലേ, സത്യമായിട്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ട് തന്നെ അനുഭവിക്കുക, ആ ഫീല് നിങ്ങൾക്ക് കിട്ടും. ചാമ്പർ 2 കഴിഞ്ഞ് നമ്മുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അത് കണ്ടോ ഫുള്ള് ഇരുട്ടായി. ഇനി ചാമ്പർ 3ലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ച കാണാം. അപ്പോൾ ചാമ്പർ 3ലേക്ക് കയറുന്നത് ചെറിയ സ്റ്റെപ്പൊക്കെ ഇനിയും കയറി പോകണം. അപ്പം അത് കയറുക കേട്ടോ. ഇവിടെ ചാമ്പർ 1ൻ്റെ അത്രയ്ക്ക് വലിപ്പമില്ല സ്പേസിന്, പക്ഷേ കാഴ്ച അതിഗംഭീര കാഴ്ചയായിരുന്നു. 1നേക്കാളും അതിഗംഭീര കാഴ്ചയായിരുന്നു. ഈ ചാമ്പർ 2 നമുക്ക് വേണ്ടി കാത്തിരുന്നത്. ഇനി നമുക്ക് ചാമ്പർ 3ലെ കാഴ്ച എന്താണെന്നുള്ളത് ചെന്ന് കാണാം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവിടെയൊക്കെ അതൊക്കെ വെള്ളത്തിൻ്റെ ഒരു നനവ് ഫീലിംഗ് ഉണ്ട്. തല നോക്കി കിടക്കണേ, മീനിൻ്റെ അടുത്ത് തല. ഓക്കെ, ഇത് കണ്ടോ പോകുമ്പോൾ നോക്കി ചാമ്പർ 3ലേക്ക് അത്യാവശ്യം ഹൈറ്റുള്ളവരാണെങ്കിൽ തലയിടിക്കും. അപ്പോൾ ഷാർപ്പായിട്ടിരിക്കുന്നതുകൊണ്ട് സൂക്ഷിച്ചാൽ പോകാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ നോക്കി ഗർത്തങ്ങൾ കാണാം നമുക്ക്. വാങ്ങാൻ ഒറ്റയ്ക്കാണ് നടക്കുന്നത് കേട്ടോ. അപ്പം അടുത്ത ക്യാപ്പ് എത്താറായിട്ടുണ്ട് നമുക്ക്. ഇത് കണ്ടോ പവിഴപ്പുറ്റുകൾ പോലത്തെ ഒരു സാധനമായത്. ഓക്കെ, അവർ പറഞ്ഞത് എന്താണെന്നറിയോ, ഇത് ഏഞ്ചലിൻ്റെ ഒരു വിങ് പോലെ ഉണ്ട് ആ കാണുന്ന സംഭവം എന്നാട്ടോ പറഞ്ഞത്. ശരിയാണ്, ഒരു വിങ്സ് പോലെ. അതേപോലെ തന്നെ തൊട്ടടുത്തിരിക്കുന്നത് ബൈബിള് പോലെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബൈബിള് സാൻഡ്വിച്ചും പോലെ തന്നെയാണെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതവർ വൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് കാണിക്കുന്നത്. ഇതിൻ്റെ ഡെവിൾസ് ചാമ്പർ എന്നാണ് ഇവർ പറഞ്ഞത്. ആ ഭാഗം ഡെവിൾസ് ചാമ്പർ.
ഇവിടെ ഗുഡ് ആൻഡ് ബാഡും, അതായത് ഇത് ഗുഡും അത് ബാഡും എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇത് കണ്ടോ, ഇതാണ് ആ ഏരിയ കേട്ടോ. അപ്പം ഇതാണ് ഏഞ്ചലിൻ്റെ വിങ്സ് എന്ന് പറഞ്ഞതും, അതേപോലെ തന്നെ ബൈബിള് അല്ലെങ്കിൽ സാൻഡ്വിച്ച് എന്ന രീതിയിൽ പറഞ്ഞത്. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത ചാമ്പറിലേക്ക്, അതായത് 3 ചാമ്പർ കഴിഞ്ഞു, നമ്മൾ അടുത്ത ചാമ്പറിലേക്ക് പോകുവാണ്. വാ, ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെയൊക്കെ അധികം ഇങ്ങനെ ഓരോ ഗ്യാപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ചാമ്പറെത്തി നമ്മൾ. അത് പറഞ്ഞത് അത് ബ്രൈഡൽ ഇതുപോലെ ഉണ്ടെന്ന് പറഞ്ഞത്, മണിയാറ പോലെ ഉള്ള സംഭവം. അതേപോലെ തന്നെ അവിടെ ഒരു ഷാമ്പയിനും ഒരു വൈറ്റ് ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. അത് ഏറ്റവും ചെറിയത് എത്ര വർഷം പഴക്കമെന്ന് പറയും. അത് ഏറ്റവും ചെറുത് വരുന്നത് ഇതേപോലെ ആ കാണുന്നതാണ് ഏറ്റവും ചെറിയ ഫോർമേഷനെ. അപ്പം 500 years old. എനിക്കൊരു കേട്ടതിൻ്റെ കുഴപ്പമെന്ന് തോന്നുന്നു. ഇത് 500 years പഴക്കമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ വലിയ തൂണ്, അത് 2070 years എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും 2070 ആയിരിക്കില്ല, ചിലപ്പം 20,000 ആയിരിക്കും. അത് കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കാം കേട്ടോ. ഇതെല്ലാം ഇപ്പോഴത്തെ ബേബി ഫോർമേഷൻ കേട്ടോ. ഇതുണ്ടോ? നമ്മളിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചേമ്പറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ 4 എണ്ണം കഴിഞ്ഞു. ഇപ്പം ഇനി 5ാമത്തെ ചേമ്പറാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഇവിടെ കുറച്ച് സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒത്തിരി ഇങ്ങനെ ഫോമായിട്ട് വന്നിട്ടുണ്ട്. വാമിക്കുട്ടിയാണെങ്കിൽ തന്നെ പോകുന്നത്, വാമിനെ കൈ പിടിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടൊരു പേടി. എങ്ങാനും സൈഡുകളിൽ ഇങ്ങനെ കുഴി പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചേമ്പറിലേക്ക് നമ്മൾ എത്തിയിട്ടോ. ഇത് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല. ഇത് നോക്കി, പുതിയ ഫോർമേഷൻ ഇപ്പോഴും ലൈവായിട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത്. ശരിക്കും ഇതിൽ തൊടുമ്പോൾ ഭയങ്കര തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതുമാത്രമല്ല ഇതിനൊരു നനവുണ്ട് കേട്ടോ. ഈ അറ്റത്തൊക്കെ ഒരു നനവുണ്ട്. ഒരു നനവ് ഫീൽ ചെയ്യുന്നില്ലേ? അല്ലേ അല്ലേ? നല്ല തണുപ്പ്. ഇത് നോക്കി കേട്ടോ, ലൈറ്റ് അടിക്കുമോ? ലൈറ്റ് വരുന്ന നോക്കി കണ്ടോ. ഞാൻ മൊബൈല് അഴിച്ചു വെച്ച് നോക്കിയതാണ് ഇത്. ഇത് കണ്ടോ, അടിപൊളിയല്ലേ? അത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. ഞാനിപ്പോൾ കാണിച്ചെന്നില്ല, അതേപോലെ ലൈറ്റ് അടിച്ച് കാണിക്കുന്നതാണത് കണ്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കിടക്കുന്നില്ലേ, അത് മൊത്തത്തിൽ 5.7 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഏകദേശം 1 കിലോമീറ്ററാണ് നമ്മൾ വന്നത്. ഇങ്ങോട്ടേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല. പണ്ട് ഇതിൻ്റെ ടൂർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം ആ ടൂർ ഇല്ല കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ അതായത് ഡ്രം അടിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദമില്ലേ, അതാണ് ഈ കാണുന്നില്ലേ, അത് ഡ്രമ്മ് അടിക്കുമ്പോൾ ശബ്ദം കേൾക്കും. അതേപോലത്തെ ഉണ്ട്. ഇവിടെ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് പോലെ ഒരെണ്ണം തന്നെ ഫോമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത്രയാണ് ഈ ഒരു ടൂറിൽ ഉള്ള ചേമ്പറുകൾ കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചു പോകുവാണ് നമ്മൾ. അപ്പം തിരിച്ചു നടക്കാം നമുക്ക്. എന്തായാലും തിരിച്ച് വന്ന വഴി തന്നെ ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് 2 വഴിയായിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ നടന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങാം. നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹിസേനെ അച്ഛൻ പിടിച്ചിട്ടുണ്ട്. അമ്മ ദേ പയ്യെ നടന്നുകൊണ്ടിരിക്കുന്നു. മീനും മാമിയും ഇതേ പുറകെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ലാസ്റ്റാണ് പോകുന്നത് കേട്ടോ. ബാക്കി എല്ലാവരും പോയി തുടങ്ങി. അപ്പോൾ തിരിച്ചുള്ള കയറ്റവും ഇറക്കവും. അപ്പോൾ നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞിറങ്ങി. ഇവിടെ 2 തരം ടൂറാണ് ഉള്ളത്. ഒന്ന് ഹെറിറ്റേജ് ടൂറും ഒന്ന് അഡ്വഞ്ചർ ടൂറും കേട്ടോ. അഡ്വഞ്ചർ ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി റിസ്ക് ആണ്, എല്ലാവർക്കും പോകാനൊന്നും പറ്റത്തില്ല. ഇത് 90 minutes ആണ് അഡ്വഞ്ചർ ടൂർ. ഇതാണെങ്കിൽ 1 hour. അപ്പോൾ നമ്മൾ പോയ ഭാഗം ഇതാണ്. അഡ്വഞ്ചർ ടൂറിൽ എടുക്കുവാണെങ്കിൽ ആ റെഡ് ലൈൻ പോകുന്നില്ലേ, അറ്റം വരെ പോകും, ഓൾമോസ്റ്റ് അറ്റം വരെ. ഹെറിറ്റേജ് ആണെങ്കിൽ ഈ ഗ്രീൻ വരെയാട്ടോ പോകുന്നത്. അപ്പോൾ ഇതാണ് കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് നിർത്തിയാലോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാങ്കോ കേവ് ആയിട്ട് വന്ന എപ്പിസോഡ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. കമൻറ്റ് എന്തായാലും ചെയ്യണേ നിങ്ങൾ. അപ്പം അച്ഛനോടൊക്കെ ചോദിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. നന്നായിരുന്നു. ഇത് കാണാത്തൊരു ലോകം തന്നെയാണ്. ആണല്ലേ? ഇഷ്ടപ്പെട്ടോ? അമ്മയ്ക്കോ? എന്തിട്ടെന്ന് പറയാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ടു. പിന്നെ മീനോട് ചോദിക്കണ്ടല്ലോ, മീനെന്നെ അറിയാം. മാമിക്കുട്ടി ഇതേ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ മാമിക്കുട്ടി
കാഴ്ചകളൊക്കെ നോക്കി നിൽക്കുവാണ്. അപ്പം നല്ല ചൂടുണ്ട്. ഞാൻ കാർ അങ്ങറ്റത്താണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവരിവിടെ നിൽക്കുവാണ്. ഞാൻ കാർ എടുത്തോണ്ട് വരട്ടെ. അപ്പം അടുത്ത ഒരു എപ്പിസോഡിനായിട്ട് നിങ്ങൾ കീപ് ട്യൂണിങ് ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ. ചേസ്.